നമസ്കാരം. ഞാൻ ഐശ്വര്യ. അഭിമാനത്തോടു കൂടി പറയട്ടെ, ഞാനൊരു രാജ്യസ്നേഹിയാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ അതിയായി സ്നേഹിക്കുന്നു. എൻ്റെ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനും അതിലുപരി എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും ആക്ഷേപിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തികളോടും ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ എനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. അതിന് മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ അടിസ്ഥാനമല്ല. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഈ അടുത്ത ദിവസം ജാൻമണി എന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഞാൻ ആ വ്യക്തിയെ പ്രൗഡായിട്ട് തന്നെ പറയുന്നു, നപുംസകം. അതായത് ആണുമല്ല നീ പെണ്ണുമല്ല. എൻ്റെ പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ച് സംസാരിക്കാൻ ഒരു മൺതരിയുടെ യോഗ്യതയില്ലാത്ത ജാൻമണി എന്ന ഈ നപുംസകത്തെ, അതിന്റെ പേരിൽ എൻ്റെ മേലെ എന്ത് ആക്ഷൻ വന്നാലും ഐ ഡോണ്ട് കെയർ. കാരണം എൻ്റെ രാജ്യത്തിന്റെ എൻ്റെ പ്രധാനമന്ത്രിക്കെതിരെയാണ് ആക്ഷേപം ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് ആ പവിത്രയായ മാതാവിനെ അടക്കം ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ സംസാരിച്ചിരിക്കുന്നത്. സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. എത്ര മോശമായിട്ടാണ്. എൻ്റെ മുടിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 ദിവസം കഴിച്ച് എന്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാട്ടൻ കാണിക്കണം എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആറാക്കല അവന്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം. ഈ കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. എൻ്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മിനിമം ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനെങ്കിലും ഉണ്ട്. നിനക്കോ? നിനക്ക് അച്ഛനുണ്ടോ? നിനക്ക് സ്വന്തമെന്ന് പറയാൻ അമ്മയുണ്ടോ? നിനക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു അസ്തിത്വമുണ്ടോ? നീ ആണാണോ? നീ പെണ്ണാണോ? നീ ഏത് ഗണത്തിൽപ്പെടും? നിന്നെ ഞാൻ വിളിക്കുന്നു നപുംസകം. ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡേഴ്സിനെയും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. വളരെ മാന്യമായി ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉള്ള നാടാണ് നമ്മളുടേത്. പക്ഷേ ഈ ജാൻമണി എന്ന നപുംസകത്തിനെ പോലുള്ളവർ വളരെ കുറവാണ്. അവരെ മാത്രമാണ് ഞാൻ പറയുന്നത്. എൻ്റെ രാജ്യത്തിനെയും എൻ്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും പറഞ്ഞത് എനിക്ക് പ്രതികരിക്കാൻ അവകാശമുണ്ട്. അദ്ദേഹത്തിനെ ഏതൊക്കെ തരത്തിലാണ് ആക്ഷേപിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരെയൊക്കെയാണ് രാജ്യദ്രോഹി എന്ന് പേര് ചുമത്തി രാജ്യത്തിൽ നിന്നും തന്നെ ഇല്ലാതാക്കണം. അദ്ദേഹം ഭരിക്കുന്ന ഈ രാജ്യത്തിൽ ജീവിക്കാൻ അവർക്ക് യാതൊരു അർഹതയുമില്ല. നമ്മുടെ ഭരണത്തിന്മേൽ അതൃപ്തി ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രകടിപ്പിക്കാം. പല മാർഗങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. അതിന് മാന്യമായ രീതിയിൽ പല മാർഗങ്ങളുമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെ ഉപമിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തുടർന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 ദിവസം കഴിച്ച് എന്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാടൻ കാണിക്കണം എന്റെ ആവശ്യം. ആദ്യം വിവരമില്ല. ഹായ് ഫ്രണ്ട്സ്. അമ്മയുടെ കാല് കഴുകി വെള്ളം കുടിക്കാൻ. അമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗം എന്ന് പറയപ്പെടുന്ന ഖുറാൻ ഉണ്ട്. ആ മതത്തെയും സ്നേഹിക്കുന്ന രാജ്യമാണിത്. ഏറ്റവും കൂടുതൽ മാതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഖുറാനിലാണ്. അമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗം എന്ന് പറയുന്ന ഏക മതഗ്രന്ഥം ഖുറാനാണ്. അതിനെയും ബഹുമാനിക്കുന്ന നാടാണ് എൻ്റെ നാട്. എൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തൻ്റെ അമ്മയുടെ കാല് കഴുകി കുടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ആരാണെന്ന് അവർക്കറിയാം. അമ്മയുടെ മഹത്വം എന്താണെന്നറിയാം. ഇതൊന്നും അറിയാത്ത
വീണ്ടും ഞാൻ പ്രയോഗിക്കുന്നു, നിന്നെ പോലുള്ള ഒരു നപുംസകത്തിന് അതിന്റെ ഒന്നും അർത്ഥവും വ്യാർത്ഥവും. വളരെ വിഷമമുള്ള മറ്റൊരു കാര്യം പറയട്ടെ, ഇവരെ പോലുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ കുറെ സിനിമാ മേഖലകളിലുള്ളവരാണ്. എൻ്റെ നാട്ടിലുള്ള ഒരു വ്യവസായ പ്രമുഖനും സിനിമാ മേഖലയിൽ സാമ്പത്തികം ഇറക്കുന്ന ഒരാളും വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എൻ്റെ സുഹൃത്തും കൂടിയാണ്. അദ്ദേഹത്തിന് ഒരു നിശാ പാർട്ടിയുടെ സ്റ്റാറ്റസിൽ ഞാൻ ഈ ജാൻമണി ദാസിനെ കാണുകയുണ്ടായി. ഭയങ്കര സൗഹൃദത്തിൽ പ്രൗഡായിട്ട് അദ്ദേഹം ഇട്ടിരിക്കുന്നത് ജാൻമണി ദാസിന്റെ വീഡിയോസും ഫോട്ടോസുമാണ്. അപ്പം ഇവരെന്തൊക്കെയോ ആണ് എന്ന് തോന്നുന്ന രീതിയിൽ ഇവരെ ഈ സിനിമാ മേഖലയിലുള്ള കുറെ ആൾക്കാർ കൊണ്ടുവന്ന് പൊക്കി വെച്ചിരിക്കുകയാണ്. ഇവരൊരു സാധാ മേക്കപ്പ് ആർട്ടിസ്റ്റ് മാത്രമാണ്. ഇതിലും കഴിവുള്ള ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇന്നുണ്ട്. ഏതെങ്കിലും സിനിമയിൽ ഏതെങ്കിലും സെലിബ്രിറ്റികൾ ചെയ്ത മേക്കപ്പിൽ ആ സിനിമ വിജയിക്കുകയോ അല്ലെങ്കിൽ ആ സെലിബ്രിറ്റികൾക്ക് ഇവരെ ഇഷ്ടപ്പെടുകയോ ചെയ്തതിൽ നിന്നാണ് ഈ നപുംസകങ്ങൾ. ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു, അതിന്റെ പേരിൽ എന്ത് നിയമ നടപടി വന്നാലും ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കും. കാര്യം എന്റെ പ്രധാനമന്ത്രിയെ പറഞ്ഞതിന്റെ അപ്പുറം ഒന്നും ഇവരെ നമ്മൾ പറയുന്നില്ല. എന്റെ പ്രധാനമന്ത്രിയെ പറയുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത ഒരു വ്യക്തിയാണ് ജാൻമണി ദാസ് എന്ന് പറയുന്ന ഈ നപുംസകം. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എന്റെ ജഡ്ജി പറഞ്ഞിട്ട് പിന്നെ അമ്മക്ക് കാല് വാഷ് ചെയ്ത വെള്ളം കുടിക്കണം. ഈ നാടൻ നൽകണല്ല ആവശ്യം. ആദ്യക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാ കളവന്റെ ഫ്രണ്ട്? രാത്രി ആരാണ് ആ കളവന്റെ ഫ്രണ്ട്? നിന്നെ പോലുള്ള ആണും പെണ്ണുമല്ലാത്ത ആരുമല്ല അവന്റെ ഫ്രണ്ട്. ബഹുമാന്യനായ എന്റെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾ ഞങ്ങൾ രാജ്യസ്നേഹികളാണ്. അല്ലാതെ നിന്നെ പോലെ ആണും പെണ്ണും കെട്ടി ശരീരത്തിൽ 2 ചിരട്ട വെച്ചിട്ട് നീ സ്ത്രീയാണെന്ന് പറഞ്ഞു നടക്കുന്നു. സ്ത്രീ എന്താണെന്ന് നിനക്കറിയുമോ? സ്ത്രീത്വത്തിന്റെ മഹത്വം എന്താണെന്ന് അറിയുമോ? ഒരമ്മ എന്താണെന്ന് നിനക്കറിയുമോ? അറ്റ്ലീസ്റ്റ് വേണ്ട, എല്ലാ സ്ത്രീകൾക്കും അമ്മയാകാൻ പറ്റിയെന്ന് വരില്ല. അറ്റ്ലീസ്റ്റ് ഒരു പെണ്ണ് എന്താണെന്ന് നിനക്കറിയുമോ? നിന്നെ കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്നറിയോ? നീ അടുത്ത ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, ട്രെയിനിൽ ചായ എന്ന് വിൽക്കാൻ മാത്രമാണ് കൊള്ളാമെന്ന്. നിന്നെ അതിനും കൊള്ളില്ല. നിന്നെ എന്തിനാ കൊള്ളുന്നതെന്നറിയോ? നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഹിജറകള് പൈസയ്ക്ക് വേണ്ടി വന്ന് ചോദിക്കുന്നത്. അവരിലും മാന്യതയുള്ള ആൾക്കാരുണ്ട്. അവര് പോലും ഒരിക്കലും ഇവളുടെ അത്രയും തരം താഴ്ന്ന് ഇരിക്കില്ല. ഞാൻ പറയുന്നു, ഇവരെയൊക്കെ രാജ്യദ്രോഹി എന്ന പട്ടികയിൽ പെടുത്താം. തീർച്ചയായിട്ടും ഇതിനൊരു മതമോ അല്ലെ രാഷ്ട്രീയമോ ഒന്നും നിങ്ങൾ എടുക്കരുത്. ഒരു രാഷ്ട്രീയവും വേണ്ട. ഒരു രാഷ്ട്രീയത്തിന്റെ ആളല്ല ഞാൻ. ഒരു രാഷ്ട്രീയത്തിനെയും ഞാൻ പിന്താങ്ങുന്ന ആളല്ല. പക്ഷേ എന്റെ പ്രധാനമന്ത്രിയാണ്, എന്റെ രാജ്യത്തിന്റെ കാവൽക്കാരനെയാണ്, എന്റെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാ മുൻകരുതലുകളും എടുക്കുന്ന എന്റെ പ്രധാനമന്ത്രിയെ പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനും സംസാരിക്കാനുമുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. നമ്മുടെ പേരൻസിനെ ഒരാൾ ഇങ്ങനെ ആക്ഷേപിച്ചാൽ നമ്മൾ കേട്ടോണ്ടിരിക്കുമോ? നിങ്ങളെല്ലാം ഈ രാജ്യത്ത് ജീവിക്കുന്നവരല്ലേ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. നരേന്ദ്രമോദി എന്നൊരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് എന്ത് ദ്രോഹമാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്? ഇപ്പമുള്ള കോൺട്രവേഴ്സി എല്ലാം നിങ്ങൾ മാറ്റിവെക്കൂ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സീസ് എല്ലാം നിങ്ങൾ മാറ്റിവെക്കൂ. ആ കോൺട്രവേഴ്സിയെ ഒന്നും പിന്താങ്ങിയിട്ടല്ല ഈ സ്ത്രീ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് വ്യക്തിപരമായി നരേന്ദ്രമോദി എന്നൊരു വ്യക്തിയെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവർക്ക് എന്തും പറയാം. പക്ഷേ നരേന്ദ്രമോദി മിനിമം നരേന്ദ്രമോദി എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. നിന്നെ സംസാരം പഠിപ്പിക്കാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിന്നെ പോലുള്ളവളെ സംസാരം പഠിപ്പിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ എന്റെ രാജ്യത്തിന്റെ എന്റെ പ്രധാനമന്ത്രിയുടെ നേരെ നീ പ്രയോഗിച്ച ഈ ഒരു പ്രയോഗത്തിൽ നിന്റെ പേരിൽ സ്വമേധയാൽ എനിക്ക് കേസെടുക്കാൻ പറ്റും. ഞാൻ അതിന് മൂവ് ചെയ്തു കഴിഞ്ഞു. കാരണം എന്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ ഒരു രാജ്യസ്നേഹിയാണ്. എന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ എല്ലാ തീരുമാനങ്ങളെയും ബഹുമാനത്തോടു കൂടിയും സ്വീകരിക്കുന്ന ഒരു
വ്യക്തിയാണ് ഞാൻ. എല്ലാത്തിലും നല്ലതും ചീത്തയും ഉണ്ടാവും. നരേന്ദ്രമോദി എന്നൊരു വ്യക്തി എന്റെ രാജ്യത്തിന്റെ പരമോന്നത വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ഇത്രമേൽ തേജോവധം ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ട് ഈ രാജ്യത്തിൽ ജീവിക്കുന്ന ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ എനിക്കത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇതിനെ പ്രതികരിക്കണം. അതിനെ നിങ്ങൾ ഒരു മതമോ ജാതി മതം വർണ്ണം ഒന്നും അതിലെടുക്കരുത്. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ കോൺഗ്രസ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, നിങ്ങൾ ഒരു BJP RSS ഒന്നും ആകണ്ട ഇതിനെതിരെ പ്രതികരിക്കാൻ. കാരണം എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കാര്യം ഇന്ന് രാജ്യം ഡിസൈൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ ശക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. തമ്പാക്കും വായിൽ വെച്ച് രാത്രിയിൽ അവൻ വന്നിരിക്കുന്നു എന്ന്. അത് മദ്യലഹരിയിൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ട ഒരു വീഡിയോയിൽ ഒരു നിശാ പാർട്ടിയിൽ മദ്യലഹരിയിൽ ഈ സ്ത്രീ പോയ സിനിമാക്കാരുമായിട്ട് അവരൊക്കെ റൊട്ടീനാണത്. പക്ഷെ അത് നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. നരേന്ദ്രമോദിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡിയായിട്ട് തോന്നി. തമ്പാക്ക് വായിൽ വെച്ചിട്ടാണ് ഹായ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഈ കളവന്റെ ഫ്രണ്ട്സ് ആരാണ്? ഈ കളവന്റെ ഫ്രണ്ട്സ് ആരാണ്? പകുതിക്ക് ഇങ്ങോട്ട് പുരുഷനും പകുതിക്ക് മുകളിലോട്ട് 2 ചിരട്ട വെച്ച സ്ത്രീയുമായ നിന്നെ എനിക്കറിയില്ല, വിളിക്കേണ്ട പദങ്ങൾ എനിക്കറിയില്ല. എന്റെ രാജ്യത്തിന്റെ, വീണ്ടും പറയുന്നു, എന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഇത്രമേൽ ആക്ഷേപിച്ച് നിന്റെ മേൽ ഒരിതുമില്ലാതെ, ഒരു നിയമ തടസ്സങ്ങളും ഇല്ലാതെ കേസെടുക്കാൻ എനിക്ക് പറ്റും. ഞങ്ങൾ ഓരോരുത്തർക്കും പറ്റും. നിങ്ങൾ ആരെങ്കിലും രാജ്യസ്നേഹികളാണെങ്കിൽ നിങ്ങൾ മറ്റൊന്നും നോക്കണ്ട. ഞാൻ ഒരിക്കലും ഒരു BJP RSSകാരിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ഹൃദയത്തെ തൊട്ട് പറയുന്നു, ഞാനൊരു രാജ്യസ്നേഹിയാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, എൻ്റെ രാജ്യത്തിന്റെ സംരക്ഷകനെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രധാനമന്ത്രിയെ പറഞ്ഞാൽ അത് എന്നെ പറയുന്ന പോലെയും എൻ്റെ കുടുംബത്തെ പറയുന്ന പോലെയുമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആവട്ടെ. നമുക്ക് ജാതി മതം വർണ്ണം ഒന്നുമില്ലെന്നേ. നമുക്കൊരു വയ്യായികയൊന്നും വരുമ്പോൾ ഒരു പാർട്ടിക്കാരും അല്ല വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ മോദിയെ ഭരണ പരിഷ്കാരങ്ങളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരത്തിൽ ഈ രീതിയിലുള്ള ഇത്രയും ജാള്യത തോന്നുന്നു നിങ്ങൾ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഞങ്ങൾ സ്ത്രീകളുടേതായതുകൊണ്ട് നിങ്ങൾ ആ ഗണത്തിനെ പോലെ അഭിനയിക്കുന്നത് കൊണ്ട് അല്ലെ കാണിക്കുന്നത് കൊണ്ട് പറയാൻ വാക്കുകളില്ല. ജാള്യത തോന്നുന്നു. ഉറപ്പായും ഞാൻ പറയുന്നു, നീ ഒരാണുമല്ല പെണ്ണുമല്ല. നിനക്കൊറ്റ പേരേ ഉള്ളൂ, നപുംസകം. നീ ശപിച്ചാൽ ഒരു രാജ്യവും നശിച്ചു പോകുകയില്ല, ഒരു വ്യക്തികൾക്കും ഒന്നും സംഭവിക്കുകയില്ല. കാരണം നിന്നിൽ നീതിയില്ല, നന്മയില്ല, ആണില്ല പെണ്ണില്ല, വികാര വിചാരങ്ങളൊന്നുമില്ല. ഒറ്റ കണ്ണുകൊണ്ടേ എല്ലാത്തിനെയും കാണാൻ പറ്റുകയുള്ളൂ. കാരണം നീ നല്ലൊരു തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചതല്ല. ഉറപ്പായി പറയുന്നു, നിന്റെ ജനനത്തിൽ നല്ലൊരു അച്ഛനോ അമ്മയ്ക്കോ ജനിച്ച ഒരു വ്യക്തിയല്ല നീ. നിന്നെ ഒന്നുമായി കണക്കാക്കാൻ പറ്റുന്നുള്ളൂ. അപേക്ഷയാണ്. ഞങ്ങളുടെ ഈ നാട് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു നാടാണ്. ബൈബിളിനെയും ഖുറാനെയും വിശ്വസിക്കുന്ന ഭഗവത്ഗീതയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നാടാണ്. എല്ലാ മതക്കാരും എല്ലാ വർണ്ണക്കാരും വർണ്ണവിവേചനമില്ലാതെ ജീവിക്കുന്ന നാടാണ്. ഞങ്ങൾക്കിവിടെ ഒരു വ്യത്യാസവുമില്ല. ഇസ്ലാം എന്നില്ല, ക്രിസ്ത്യാനി എന്നില്ല, ഹിന്ദു എന്നില്ലാതെ തന്നെ ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്കിടയിലേക്ക് ഞങ്ങളുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെതിരെ നീ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ടു നിൽക്കാൻ ഞങ്ങൾ അത്ര ഷണ്ണന്മാരല്ല. അതുകൊണ്ട് കാത്തിരുന്നോളൂ. നിനക്കുള്ള മറുപടി വളരെ വേഗം വരും. ഓരോരുത്തരും ഓരോ തരത്തിൽ നിനക്കെതിരെയുള്ള കംപ്ലൈൻസുകൾ ഫയൽ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ എതിരെ എന്ത് ചെയ്യാൻ പറ്റും, ഏതറ്റം വരെ ചെയ്യാൻ പറ്റും അത്രയും ചെയ്യും. ഞാൻ എന്ന വ്യക്തി, ഐശ്വര്യ എന്ന എനിക്ക് ഇത്രയുമെങ്കിലും പറഞ്ഞില്ല എങ്കിൽ ഞാൻ എൻ്റെ രാജ്യത്തിനോട് കാണിക്കുന്ന കൂറുകേടാവും, നന്ദി കേടാവും.
നിനക്ക് കാലം വെച്ചിട്ടുണ്ട് മറുപടി. കാത്തിരുന്നോളൂ.